കഴിഞ്ഞ ദിവസം സഹോദരന്റെ കുളത്തിൽ മീൻ പിടിക്കുന്നു എന്നറിഞ്ഞു പോയതാണ്. നല്ല നീളമുള്ള കോരുവല കുളത്തിന് ചുറ്റും വിരിച്ച് കരയിലേക്ക് വലിച്ചടിപ്പിച്ചായിരുന്നു മീൻ പിടിച്ചത്. സാധാരണ വലിയ കുളങ്ങളിലും തോടുകളിലും മത്സ്യങ്ങളെ മുഴുവനായി പിടിച്ചെടുക്കാനാണ് ഇത്തരത്തിലുള്ള കോരുവലകൾ ഉപയോഗിക്കുന്നത്. മീൻ പിടിക്കാനായി വലകൾ കുളത്തിന് ചുറ്റും ഇരിക്കുന്നതിനോടൊപ്പം ഒരാൾ വടികൊണ്ട് കരയോട് ചേർന്ന് വെള്ളത്തിൽ ശക്തമായി അടിക്കുന്നുണ്ട്. മീനുകളെ കൂട്ടത്തോടെ കുളത്തിന്റെ മധ്യഭാഗത്തേക്ക് ഓടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മീൻപിടുത്തങ്ങൾ ഒന്നിലധികം ആളുകളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. എന്റെ കുട്ടിക്കാലത്തും വളരെ രസകരമായ ഒരു മീൻപിടുത്തത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കുടുംബ വീടിന്റെ മുൻപിൽ ഒരു കൊച്ചു കുളമുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ കുടുംബക്കാരെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഉത്സവം പോലെ കൊണ്ടാടിയിരുന്നു ഈ മീൻപിടുത്തം. തലേന്ന് രാത്രി 12 മണിക്ക് കുളത്തിൽ മോട്ടോർ വെച്ച് വെള്ളം വറ്റിക്കാൻ തുടങ്ങും. രാവിലെ ഒരു 4-5 മണിയാകുമ്പോഴേക്കും വെള്ളം വറ്റി തുടങ്ങും. 7 മണിക്ക് മൂത്തതും മൂക്കാത്തതുമായ എല്ലാ പുരുഷ കേസരികളും കൂടി ചെളിയിലേക്ക് ചാടി മീൻപിടുത്തം തുടങ്ങും. അതിൽ ആദ്യം കിട്ടുന്ന വരാലും മറ്റു മീനുകളുമെല്ലാം അച്ചാമ്മ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ വെട്ടി വൃത്തിയാക്കി കറി വെക്കും. കൂട്ടത്തിൽ കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾ കപ്പ വേവിക്കലും ഉച്ചക്കത്തേക്ക് ആഹാരം ഉണ്ടാക്കുകയും ചെയ്യും. 10-11 മണിയാകുമ്പോഴത്തേക്കും മീൻപിടുത്തത്തിന് ഒരു ഇടവേള നൽകി അവർ കരയിലേക്ക് കയറി വരും. കയ്യും കാലും കഴുകി വരുന്ന മുറയ്ക്ക് ഓരോ പ്ലേറ്റ് കപ്പയും നല്ല ചൂട് മീൻകറിയും ഒഴിച്ച് അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കും. വിശപ്പൊന്ന് ശമിച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും ചാടും കുളത്തിലേക്ക്. ഇനി അങ്ങനെ ഒരു മീൻപിടുത്തം കാണാൻ കഴിയില്ല. കാരണം ആ കുളം ഇന്നില്ല. ഇന്നിവിടെ കോരുവലയിൽ കുടുങ്ങിയത് കൂരിവാളയും തിലാപ്പിയയുമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.